ഈ കാണുന്ന ഫ്ലവേഴ്സ് ഒരു ഫേസ് മാസ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഈ ചട്ടിയിലിരിക്കുന്ന ഫേസ് മാസ്ക് വെച്ച് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഇനി എങ്ങനെ ഉണ്ടാക്കിയെന്നല്ലേ കാണാം. ഈ മാസ്ക് വെച്ചിട്ട് ഫ്ലവറിൻ്റെ 3 പാർട്സാണ് ഉണ്ടാക്കുന്നത്: സീഡ്, പെറ്റൽ, സ്റ്റെം. ഫ്ലവറിൻ്റെ നടുക്കത്തെ സീഡ് പോർഷൻ ഇല്ലേ, അത് കിട്ടാൻ വേണ്ടി മാസ്കിൻ്റെ 2 അറ്റവും കട്ട് ചെയ്യണം. ഇനി ഈ മണ്ടയ്ക്കത്തെ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പി കിട്ടും, അത് കളയരുത്. അതാണ് നമ്മുടെ സ്റ്റെം. മാസ്കിൻ്റെ ഈ നടുവിലത്തെ പോർഷനാണ് നമ്മൾ പെറ്റലിന് വേണ്ടി എടുക്കുന്നത്. ഇതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഫ്ലവറിന് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇനി ഇതിനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ കുനുകുനാന്ന് കട്ട് ചെയ്യണം. പ്ലീസ് നോട്ട് കുനുകുനാന്ന് തന്നെ കട്ട് ചെയ്യണം, കാരണം ഇതേപോലെ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. പിന്നെ 3-4 മാസ്ക് ഉണ്ടെങ്കിൽ 3-4 ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 1 ഇറ്റേണിറ്റി ലേറ്റർ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ഫെവി ബോണ്ട് എടുക്കുക, ഇതിൻ്റെ അറ്റം വെച്ച് ഒട്ടിക്കണം, എന്നിട്ട് റോൾ ചെയ്യണം. ഈ റോൾ ചെയ്യുന്നതായിരുന്നു എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷനും റിലാക്സേഷനും തരുന്നത്. പക്ഷെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തില്ലെങ്കിൽ നല്ല ലൂസായിട്ട് അഴിഞ്ഞിങ്ങ് വരും. സോ ബി കെയർഫുൾ. അങ്ങനെ നമ്മൾ 2 ലെയേഴ്സായിട്ടാണ് റോൾ ചെയ്യുന്നത്. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് പെറ്റൽസിനും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് കയ്യിലും മാസ്കിലും ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെയ്യുക. അഗെയിൻ 1 ഇറ്റേണിറ്റി ലേറ്ററിന് ശേഷം ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തു. നമ്മുടെ സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഫ്ലവർ റെഡി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ് സ്റ്റെം. അതിന് വേണ്ടി വൈറ്റ് പേപ്പർ എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് കുറച്ച് പശ എടുക്കുക, അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ഡെയ്സി ഫ്ലവർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.